വെൽക്കം ടു OP 11.0. നമ്മുടെ ലാംഗ്വേജ് കണ്ടക്ട് ചെയ്യുന്ന സിലബസ് ഡീകോഡിങ്ങിന്റെ ഭാഗമായി നമ്മുടെ സെക്കൻഡ് ഇയേഴ്സിന് ഒരുക്കുന്ന സിലബസ് ഡീകോഡിംഗ് സെഷൻ ആണ് ഇന്ന് വരുന്നത്. ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ബികോമിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ്. ബികോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബികോം എഫും ബികോം ജിയും രണ്ട് സെഷനും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിലെ രണ്ട് സെഷന്റെ സബ്ജക്റ്റുകൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഈ ഒരു സെഷനിൽ പറയുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം എന്താണ് സിലബസ് ഡീകോഡിംഗ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയുണ്ട് എന്താണ് നമ്മളുടെ ഈ ഒരു പോർഷനകത്ത് നോക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വർഷക്കാലം ഈ ഒരു സെക്കൻഡ് ഇയറിൽ നമ്മൾ എന്താണ് കവർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു സിലബസ് ഡീകോഡിംഗിൽ വരുന്നത് ബികോം എഫ് അല്ലെങ്കിൽ ബികോം ജിയുടെ ഒരു കോഴ്സ് വൈസ് ആയിട്ട്, അതായത് ഒരു ആർക്കിടെക്ചർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ കോഴ്സ് ഏതൊക്കെയാണ്, അതായത് നമ്മുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ബ്ലോക്കുകൾ ഏതൊക്കെയാണ്, യൂണിറ്റ് അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണ്, പിന്നെ ക്രെഡിറ്റ്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ നമുക്ക് എത്ര അവേഴ്സ് ആണ് ഈ ഒരു പർട്ടിക്കുലർ പേപ്പർ തീർക്കാൻ വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരിക. അപ്പം എത്ര ക്രെഡിറ്റിന്റെ പേപ്പറാണ്, 4 ക്രെഡിറ്റ് സബ്ജക്റ്റ് ആണോ, 6 ക്രെഡിറ്റ് സബ്ജക്റ്റ് ആണോ എന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു സെഷനകത്ത് നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ദെൻ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മുടെ മാക്രോ സ്ട്രക്ചർ, അതായത് നമുക്ക് എന്താണ് ഇതുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബികോമിലെ സെക്കൻഡ് ഇയറിലെ ഓർഗനൈസ്ഡ് ഫോമിൽ എന്താണ് പ്രോഗ്രാം ലെവൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ ടേംസും കോഴ്സസും ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതേപോലെ തന്നെ ഡീകോഡ് ചെയ്യുക. അതായത് നമ്മളുടെ ആ ഒരു സബ്ജക്റ്റുകളെ എന്ത് ചെയ്യുന്നു, ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ആയിട്ടൊക്കെ ഒന്ന് ഡീകോഡ് ചെയ്തിട്ട് നമുക്ക് സിലബസ് ആയിട്ട് ഒരു കയ്യിലുള്ളൂ, ഇന്ന സബ്ജക്റ്റ് അല്ലേ ഉള്ളൂ, അപ്പൊ അത് ഏതൊക്കെ ബ്ലോക്ക് എത്ര എന്നൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഡീകോഡ് ചെയ്യുന്ന ഒരു സെഷന്. അതുപോലെ തന്നെ അക്കാഡമിക് ലോഡിനെ അസസ് ചെയ്യുക. അതായത് തിയറി വൈസ് ആണോ, പ്രാക്ടിക്കൽ പേപ്പർ ആണോ, അതിന് എത്ര ക്രെഡിറ്റ്സ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എത്ര ക്രെഡിറ്റ് വെയിറ്റേജ് വരുന്ന എത്ര വെയിറ്റേജ് വരുന്ന പേപ്പേഴ്സ് ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു സെഷനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നുണ്ട്. ദെൻ അലൈൻഡ് റിസോഴ്സസ്, അതായത് ഇതിൽ ഓരോന്നിനും ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട സ്റ്റഡി റിസോഴ്സസ് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയായിരിക്കും എക്സാം ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് രീതിയിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഇതെല്ലാം ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നുണ്ടായിരിക്കും. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള അജണ്ട അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെഷൻ ഇപ്പൊ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇഗ്നോ സിലബസ് സ്ട്രക്ചർ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പ്രോഗ്രാം വൈസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സബ്ജക്ട് വൈസ് സിലബസ് ഓവർവ്യൂ, അതുപോലെ ഡീറ്റെയിൽഡ് ഡീകോഡിങ്, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ഡീകോഡിങ്ങും. അതുപോലെ ലേണിംഗ് സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ലേണിംഗ് സപ്പോർട്ട് മാപ്പിങ്ങോടുകൂടി ഈ സിലബസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചെയ്യണമെന്നും നമ്മൾ ഈ ഒരു സെഷനകത്ത് മെയിൻ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആസ് എ സെക്കൻഡ് ഇയറിലാണ് നമ്മൾ എന്താണ് നമ്മുടെ പ്രോഗ്രാം, എന്താണ് നമ്മുടെ കോഴ്സ് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാം അല്ലെ. നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പോവുകയാണ്. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലെ. ബികോം എഫ് അല്ലെങ്കിൽ ബികോം ജി എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഏത് ഇയർ ആണോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇയർ അല്ലെങ്കിൽ എന്താ പറയുന്നത് സെക്കൻഡ് ടേം അല്ലെങ്കിൽ തേർഡ് ടേം അല്ലെങ്കിൽ ഇയർ, സെക്കൻഡ് ഇയർ എന്ന രീതിയിൽ പറയുന്നു. നമ്മളിപ്പോ കറന്റ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ബികോം എഫ് അല്ലെങ്കിൽ ബികോം ജി പ്രോഗ്രാമിൽ പെടുന്ന സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. നമുക്ക് കറന്റ് അണ്ടറിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റിന് പറയുന്ന പേരാണ് കോഴ്സ്. അതായത് നമ്മളിപ്പോ സപ്പോസ് ബിസിനസ് ലോ ആണ് പഠിക്കുന്നതെങ്കിൽ, ബിസിനസ് ലോ ആണ് നമ്മുടെ സബ്ജക്ട് എങ്കിൽ, ബിസിനസ് ലോയുടെ കോഡാണ് BCOC 133. അപ്പൊ ആ ഒരു സബ്ജക്റ്റിന്റെ പേരിനെ നമ്മൾ കോഴ്സ് കോഡ് അല്ലെങ്കിൽ കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ബിസിനസ് ലോ അല്ലെങ്കിൽ BCOC 133 അങ്ങനെ പറയുന്ന സബ്ജക്റ്റിനെ നമ്മൾ കോഴ്സ് എന്ന് പറയുന്നു. ദെൻ അതിന്റെ അണ്ടറിൽ പറയുന്ന കുറച്ച് ബ്ലോക്കുകളുണ്ട് അല്ലെ, കുറച്ച് എന്താ ഇപ്പൊ നമ്മൾ പറയുന്നത് മൊഡ്യൂൾസ് എന്ന രീതിയിൽ ബ്ലോക്കുകളുണ്ട്. അതുപോലെ അണ്ടറിൽ കുറച്ച് യൂണിറ്റ്സും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ. അപ്പൊ അതിന് കുറച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ ഒരു വരുന്ന സ്ലൈഡുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കോഴ്സ് കോഡ്സിന് മുമ്പേ പറഞ്ഞു, ആ കോഴ്സ് കോഡ് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഹൗ ടു റീഡ് കോഴ്സ് കോഡ്സ്. നമുക്ക് മെയിൻ ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ പോലെ BCOC 133 എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ് ലോയുടെ കോഴ്സ് കോഡാണ്. അതില് ഈ BCOC എന്ന് പറയുന്നത് നമ്മുടെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമ്മുടെ കാറ്റഗറി. ഇപ്പൊ നമ്മൾ ബാച്ചിലർ ഓഫ് കോമേഴ്സ് എന്നില്ലേ,
അതിനെയാണ് BCOC എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ സീരീസ് അനുസരിച്ച് അതിനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് 133 എന്ന് പറഞ്ഞേക്കുന്നു. അപ്പൊ കൊമേഴ്സിന്റെ ലോവർ സബ്ജക്റ്റ് ആണ് 134. അത് ബിസിനസ് മാത്തമാറ്റിക്സ്. അവിടെ ഒരു എക്സാമ്പിൾസ് കൊടുത്തേക്കുന്നുണ്ടോ? BCOE 141 എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, BPAS 184 എന്ന് പറയുന്നത് ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BEGA 182 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ നമ്മുടെ സബ്ജക്റ്റിന്റെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഏത് കാറ്റഗറി ആണോ അതിന്റെ സീരിയസ് നമ്പറും അനുസരിച്ച് അതിന്റെ കോഴ്സ് കോഡുകൾ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ഇങ്ങനെയാണ് വായിക്കേണ്ടത്. BCOC 133 എന്ന രീതിയിലാണ് നമ്മൾ സാധാരണ വായിക്കുന്നത്. ബ്ലോക്ക് അല്ലെങ്കിൽ യൂണിറ്റ് അല്ലെങ്കിൽ അത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അതായത് നമുക്ക് ഒരു സബ്ജക്റ്റിനെ പറയുന്നത് നമ്മുടെ കോഴ്സ് എന്ന്. ആ കോഴ്സിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് 4 ബ്ലോക്ക് അല്ലെങ്കിൽ 5 ബ്ലോക്സ് ആയിരിക്കും സാധാരണ ഉള്ളത്. ഇപ്പൊ സപ്പോസ് ബിസിനസ് ലോയുടെ കേസ് തന്നെ നോക്കുമ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് ആണ്, പാർട്ട് 1. അപ്പൊ അതിന്റെ അണ്ടറിൽ തന്നെ പല യൂണിറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഒരു ബ്ലോക്ക്, ആ ബ്ലോക്കിന്റെ അണ്ടറിൽ പല യൂണിറ്റ്സ്, ആ യൂണിറ്റ്സിന്റെ അണ്ടറിൽ ചിലപ്പോൾ ലെസൺസ് കാണും, ചിലപ്പോൾ യൂണിറ്റ്സുകൾ മാത്രമായിരിക്കും ഉള്ളത്. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് താഴോട്ട് വരുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ ഡിക്കോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫോമിലാണ് നമ്മൾ ബ്ലോക്ക് എന്നും യൂണിറ്റ് എന്നും എല്ലാം പറയുന്നത്. ചാപ്റ്റർ എന്ന രീതിയിലാണ് ഈ യൂണിറ്റുകളെ പറയുന്നത്. ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നതിന് നമ്മൾ ബ്ലോക്ക് എന്നും ഡിനോട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സ്കൂൾ ടൈമിൽ പറയുന്ന പോലെ നമ്മൾ മൊഡ്യൂളിനെ ബ്ലോക്ക് എന്നും ചാപ്റ്ററിനെ യൂണിറ്റ് എന്നും പറയുന്നു. നിങ്ങൾക്കൊരു ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരു വർഷക്കാലം നിങ്ങൾ കേട്ടതാണ്. പക്ഷെ എങ്കിലും എക്സാംസ് ഒക്കെ എഴുതാതെ അല്ലെങ്കിൽ കുറച്ചൊന്ന് ടച്ച് വിട്ടവർക്ക് വേണ്ടി ഒന്നുകൂടി മനസ്സിലാക്കാനാണ് ഇതൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. നല്ല രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ. ഞാൻ വരുന്നത് നമ്മുടെ ക്രെഡിറ്റ്സ്. പലപ്പോഴും പലരും ചോദിക്കുന്നതാണ് എന്താണ് ഈ ക്രെഡിറ്റ്. ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിയുമ്പോൾ എന്തുകൊണ്ട് ഈ 4 ക്രെഡിറ്റ് 6 ക്രെഡിറ്റ് എന്ന് പറയുന്നു? നമ്മൾ പർട്ടിക്കുലർ സബ്ജക്ട് തീർക്കാൻ നമുക്ക് വേണ്ടി വരുന്ന സബ്ജക്ട് ഒരു ടൈം ലിമിറ്റിനെയാണ് നമ്മൾ ക്രെഡിറ്റ്സ് എന്ന് സാധാരണ പറയാം. അത്രത്തോളം വെയിറ്റേജ് ആയിരിക്കും വരുന്നത്. അതായത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ആണ് വരുന്നത്. 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours. അതായത് ഒരു സബ്ജക്ട് തീർക്കാൻ 4 ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ 4 into 30 hours ആണ് ആ ഒരു സബ്ജക്ട് തീർക്കാൻ നമുക്ക് വേണ്ടി വരിക. നമ്മുടെ കോർ പേപ്പേഴ്സിനൊക്കെ മെയിൻ ആയിട്ട് 6 ക്രെഡിറ്റ് ആണ് പറയുന്നത്. 6 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 6 into 30 hours എടുക്കും ആ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് തീർക്കാൻ. എനിക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ. BCOC 133 BCOC 134 നമുക്ക് 6 ക്രെഡിറ്റ് ആയിട്ട് പറയുന്നുണ്ട് കോർ പേപ്പേഴ്സ് എന്ന രീതിയിൽ തന്നെ. ഞാൻ വരുന്നത് നമ്മുടെ BCOS 184 BEGA 182 വന്നിരിക്കുന്നത് 4 ക്രെഡിറ്റ്. അപ്പൊ 4 into 30 hours ആണ് ആ സബ്ജക്റ്റുകൾ തീർക്കാൻ നമുക്ക് വേണ്ടി വരിക. സിലബസ് ഡീകോഡിംഗ് പ്രോജക്ട്, അതായത് നമുക്ക് സിലബസ് ഡീകോഡിംഗിൽ എന്താണ് മെയിൻ ആയിട്ട് നോക്കുന്നത്? നമ്മുടെ സബ്ജക്റ്റുകൾ, നമ്മുടെ കംപ്ലീറ്റ് സബ്ജക്ട് സ്റ്റഡി എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ്, ആ സബ്ജക്റ്റിനെ നമ്മൾ കോഴ്സ് എന്ന് പറയുന്നു. അതിന്റെ അണ്ടറിൽ വരുന്ന മൊഡ്യൂൾസിനെ ബ്ലോക്ക് എന്നും, അതിന്റെ അണ്ടറിൽ വരുന്നതിനെ യൂണിറ്റ്സ് എന്നും, ആ യൂണിറ്റ് എന്താണ് ബ്ലോക്ക്, പല യൂണിറ്റുകൾ ചേരുമ്പോൾ ഒരു ബ്ലോക്ക് ആവുന്നു, പല ബ്ലോക്കുകൾ ചേരുമ്പോൾ ഒരു സബ്ജക്റ്റ് ആവുന്നു എന്ന രീതിയിലാണ് സാധാരണ വരുന്നത്. ഞാൻ അതിനെടുക്കുന്ന സമയത്തിനെ നമ്മൾ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നു. കൂടുതൽ ക്രെഡിറ്റ് ഉള്ള പേപ്പേഴ്സ് ആണ് എങ്കിൽ, അത്രത്തോളം വെയിറ്റേജ് ഉള്ളതാണെങ്കിൽ അത്രത്തോളം ആ പേപ്പറിന് വെയിറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം കോർ പേപ്പർ ആണ് എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ആ ക്രെഡിറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് അത്ര ആ പോർഷൻ തീർക്കാനുള്ള ടൈമും അത്രയും വേണ്ടി വരുന്നു എന്നത് മനസ്സിലാക്കുക. ദെൻ കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് പല പേപ്പേഴ്സ് ഉണ്ട്. ആസ് എ കൊമേഴ്സ് സ്റ്റുഡന്റ് നമുക്ക് തിയറി പേപ്പേഴ്സും പ്രോബ്ലം പേപ്പേഴ്സും വരും. അപ്പൊ അതിനകത്തുനിന്ന് നമ്മുടെ കോഴ്സ് ടൈപ്പ് എന്താണ്, തിയറി ടൈപ്പ് ആണോ എന്താണ്, പ്രാക്ടിക്കൽസ് നമുക്ക് അധികം ഇല്ല, അധികവും അല്ല, നമുക്ക് പ്രാക്ടിക്കൽ പേപ്പേഴ്സേ ഇല്ല. നമുക്ക് ഒന്നെങ്കിൽ പ്രോബ്ലം പേപ്പേഴ്സ്, തിയറി പേപ്പേഴ്സ് ആണ് വരുന്നത്. കൂടുതലും തിയറി ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ആ കോഴ്സിന്റെ ടൈപ്പ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം, തിയറി ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഫുൾ കണ്ടന്റ് അല്ലെങ്കിൽ ഫുൾ അവൈലബിൾ ആണോ നമ്മുടെ ആപ്പിനകത്ത്, ഇതിന്റെ കണ്ടന്റ്സ് അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് നമ്മൾ ഈ ഒരു സെഷനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് സെക്കൻഡ് ഇയറിന്റെ ഒരു സ്നാപ്ഷോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിന്റെ കുറച്ച് കാര്യം ഒന്ന് ബ്രീഫായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, മെയിൻ ആയിട്ട് നമുക്ക് BCom എന്ന് പറയുന്നത് 2 എണ്ണമാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ ഇപ്പൊ നിലവിലുള്ളതെന്ന് പറഞ്ഞു. അതില് BCom Gയും ഉണ്ട്, BCom Fഉം ഉണ്ട്. അതിൽ BCom G എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജൂലൈ 23 വരെ മാത്രമേ BCom G ഉള്ളായിരുന്നു. പിന്നെ Jan 24 തൊട്ട് വരുന്ന അഡ്മിഷൻസ് എല്ലാം നമുക്ക് BCom F ആണ് വന്നിരിക്കുന്നത്. അത് 4 year പ്രോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ FIUP എന്ന് പറഞ്ഞിട്ടുണ്ട്, 4 year പ്രോഗ്രാമിന്റെ അണ്ടറിലാണ് BCom F വരുന്നത്.
അതേസമയം ബികോം ജി വരുന്നത് 3 ഇയർ പ്രോഗ്രാം ആയിരിക്കും. ബികോം ജിക്കാർക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കോഴ്സ് 8 കോഴ്സസ് ആണ്, അതായത് 8 സബ്ജക്ട്സ് ആണ് സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ വരുന്നത്. ടോട്ടൽ ക്രെഡിറ്റ് 42 ക്രെഡിറ്റ് ആയിരിക്കും വരുന്നത്, അതായത് 42 into 30 hours ആ ഒരു ഇയർ തീർക്കാൻ നമുക്ക് വേണ്ടി വരും. കോഴ്സ് മിക്സ് എന്ന് പറയുന്നത് 4 കോർ പേപ്പറും 6 ക്രെഡിറ്റ് വരുന്ന 4 കോർ പേപ്പർ, 2 കോമൺ അല്ലെങ്കിൽ ലാംഗ്വേജ് പേപ്പർ വരുന്നതുകൊണ്ട് 6 ക്രെഡിറ്റ് വരുന്നത്, 2 സ്കിൽ എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള പേപ്പേഴ്സ് വരുന്നുണ്ട്, അതിന് 4 ക്രെഡിറ്റ് എന്ന രീതിയിലാണ് നമുക്ക് ബികോം ജിയിലെ പേപ്പേഴ്സ് വരുന്നത്. ബികോം എഫ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു 4 ഇയർ കോഴ്സ് ആണ്. 4 ഇയർ കോഴ്സ് ആണെങ്കിൽ നമുക്ക് വരുന്ന പേപ്പേഴ്സിന്റെ എണ്ണം സെയിം ആണ്, 8 കോഴ്സസ് ആണ് വരുന്നത്. പക്ഷേ ക്രെഡിറ്റിൽ വ്യത്യാസമുണ്ട്. 40 ക്രെഡിറ്റേ വരുന്നുള്ളൂ, 2 ക്രെഡിറ്റ് കുറവാണ് വരുന്നത്. 40 into 30 hours ആണ് നമുക്ക് കോഴ്സ് തീർക്കാൻ സെക്കൻഡ് ഇയറിൽ വേണ്ടി വരിക. കോഴ്സ് മിക്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സബ്ജക്റ്റിന്റെ എണ്ണം പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ 4 കോർ പേപ്പർ വരുന്നുണ്ട്, 6 ക്രെഡിറ്റ് വരുന്ന 4 കോർ പേപ്പേഴ്സും 4 സ്കിൽ എൻഹാൻസ്ഡ് പേപ്പേഴ്സും വരുന്നുണ്ട്. ഇതിനകത്ത് ലാംഗ്വേജസ് അല്ല കൊടുത്തിരിക്കുന്നത്, കോർ പേപ്പേഴ്സും സ്കിൽ എൻഹാൻസ്ഡ് പേപ്പേഴ്സുമാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്, 4 വെച്ച്. ഇത് ഇത്രയുമാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ ഒരു സ്നാപ്ഷോട്ട് വരിക. ദെൻ നമ്മുടെ സിലബസ് ബികോം ജിയുടെ നമ്മൾ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ കവർ ചെയ്യാൻ പോകുന്ന നമ്മുടെ സെക്കൻഡ് ഇയർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെയും തിയറി അല്ലെങ്കിൽ നമ്മളുടെ കണ്ടന്റ് ഫുള്ളി അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ BCOC 135 കമ്പനി ലോ 6 ക്രെഡിറ്റിന്റെ പേപ്പർ ആണ്. BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ്, അത് 6 ക്രെഡിറ്റ് വരുന്നതാണ്. കമ്പനി ലോ എന്ന് പറയുന്ന ഒരു തിയറി പേപ്പർ ആണ്. ഇൻകം ടാക്സ് ലോ എന്ന് പറയുന്നത് പ്രോബ്ലം ബേസ്ഡും കൂടാണ്, മിക്സ് ചെയ്തൊരു പേപ്പർ ആണ്. BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലം പേപ്പർ ആണ് വരുന്നത്. നമുക്ക് ഫുള്ളി തിയറി അവൈലബിൾ ആണ്, നമുക്ക് 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. BCOC 138 കോസ്റ്റ് അക്കൗണ്ടിങ്ങും പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള പേപ്പർ ആണ്, 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. BCOLA 138 ബിസിനസ് കമ്മ്യൂണിക്കേഷൻ തിയറി പേപ്പർ ആണ്, 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. PEGLA 137 ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് തിയറി പേപ്പർ ആണ്, 6 ക്രെഡിറ്റ് ആണ്. ദെൻ നമുക്ക് ബാക്കി 2 വരുന്നത് സ്കിൽ ആൻഡ് 4 ക്രെഡിറ്റിന്റെ പേപ്പേഴ്സ് ആണ്. BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്സും BCOS 184 ഇ-കൊമേഴ്സ്. ഇങ്ങനെ 8 പേപ്പേഴ്സ് ആണ് നമുക്ക് ബികോം ജിയിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത്. ബികോം എഫ് സെക്കൻഡ് ഇയറിൽ നമ്മൾ കവർ ചെയ്യുന്ന പോർഷൻസ്, ബികോം എഫിനും ബികോം ജിക്കും സബ്ജക്റ്റുകൾ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 കൂട്ടർക്കും സബ്ജക്റ്റുകൾ വ്യത്യാസമുണ്ട്. പേപ്പേഴ്സിന്റെ കാര്യത്തിൽ നല്ലപോലെ വ്യത്യാസം വരുന്നുണ്ട്. ചില സെക്കൻഡ് ഇയറിലെ പേപ്പർ തേർഡ് ഇയറിലാണ് ബികോം എഫിനെ നോക്കുന്നത്, ബികോം ജിയുടെ. അപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ വേരിയേഷൻ നല്ലപോലെ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ബികോം എഫിന്റെ സെക്കൻഡ് ഇയർ പേപ്പർ എന്ന് പറയുന്നത് BCOC 133 ബിസിനസ് ലോയർ 6 ക്രെഡിറ്റിന്റെ പേപ്പർ ആണ്. ഇതിന്റെ കണ്ടന്റ് ഫുൾ അവൈലബിലിറ്റി ഉള്ളതാണ് ആപ്പിലെ. BCOC 134 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന 6 ക്രെഡിറ്റിന്റെ പേപ്പർ ആണ്. BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് 6 ക്രെഡിറ്റ് ആണ്, പ്രോബ്ലം ബേസ്ഡ് ആണ്, പ്രോബ്ലം മിക്സ്ഡ് ആണ്. ദെൻ BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 6 ക്രെഡിറ്റ് പേപ്പർ ആണ്. BPAS 184 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് 4 ക്രെഡിറ്റിന്റെ ആണ്. GAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് 4 ക്രെഡിറ്റ് ആണ്. BCOS 184 ഇ-കൊമേഴ്സ് 4 ക്രെഡിറ്റ് ആണ്. BCOS 185 ഓണ്ടർപ്രണർഷിപ്പ് 4 ക്രെഡിറ്റ് ആണ്. ഇങ്ങനെ 4 6 ക്രെഡിറ്റ് പേപ്പേഴ്സും 4 4 ക്രെഡിറ്റ് പേപ്പേഴ്സുമാണ് നമുക്ക് സെക്കൻഡ് ഇയർ ബികോം എഫിന് പഠിക്കാനുള്ളത്. ആ ബികോം എഫിന്റെ കേസിൽ, അതായത് ഈ ഒരു സ്മൈൽ നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് മാത്തമാറ്റിക്സും ഇൻകം ടാക്സുമാണ് നമുക്ക് പ്രോബ്ലം പേപ്പർ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം തിയറി ബേസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ ഫുൾ കണ്ടന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ ആണ് നമ്മുടെ സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡീപ്പായിട്ടുള്ള ഒരു ഡീകോഡിംഗ് ആണ്. അതായത് നമ്മുടെ ബികോം ജിയുടേത് നമുക്കൊരു ഏകദേശം നമ്മൾ സിലബസ് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ കറന്റ് റൺ ചെയ്യുന്നത് ബികോം എഫ് സെക്കൻഡ് ഇയർ ആണ്. അപ്പൊ ബികോം എഫ് സെക്കൻഡ് ഇയറിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അതിന് എത്ര ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആതിര മാമിനെ സെലക്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, നമ്മളിപ്പോ ഇത്രയും സബ്ജക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയർ ബികോമിന്റെ. ഓരോ സബ്ജക്ട്സിന്റെയും എത്ര ബ്ലോക്സ് വരുന്നുണ്ട്, ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതും എന്തൊക്കെയാണ് ആ യൂണിറ്റ്സ് എന്നുള്ളതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം.
ഫസ്റ്റ് BCOC 133 ബിസിനസ് ലോ ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 ക്രെഡിറ്റ്സിന്റെ പേപ്പർ ആണ്, തിയറി പേപ്പർ ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 6 ബ്ലോക്സും അതിൽ 19 യൂണിറ്റ്സും ആണ് നമുക്ക് ഈ ഒരു ബിസിനസ് ലോ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ BCOC 133 ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് ആണ്. അത് നമുക്ക് 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് 1 എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്, യൂണിറ്റ് 2 ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, യൂണിറ്റ് 3 കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, യൂണിറ്റ് 4 പ്രീ കൺസെന്റ്. ദെൻ ബ്ലോക്ക് 2ലേക്ക് പോവുകയാണെങ്കിൽ ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് 2, അതിൽ യൂണിറ്റ് 5 കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട്, യൂണിറ്റ് 6 വോയിഡ് അഗ്രിമെന്റ്സ് ആൻഡ് കണ്ടീജന്റ് കോൺട്രാക്ട്സ്, യൂണിറ്റ് 7 പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ്, യൂണിറ്റ് 8 റെമഡീസ് ഓഫ് ബ്രീച്ച് ആൻഡ് ക്വസി കോൺട്രാക്ട്സ്. ഇനി ബ്ലോക്ക് 3ലേക്ക് പോവുകയാണെങ്കിൽ സ്പെസിഫിക് കോൺട്രാക്ട്സ്, അതിൽ യൂണിറ്റ് 9 എന്ന് പറയുന്നത് ഇൻഡിമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി, യൂണിറ്റ് 10 ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്, യൂണിറ്റ് 11 കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഇനി യൂണിറ്റ് 4ലേക്ക് പോകുമ്പോൾ പാർട്ട്ണർഷിപ്പ് എന്നാണ് ബ്ലോക്കിന്റെ പേര്. ബ്ലോക്ക് 4ലേക്ക് പോകുമ്പോൾ പാർട്ട്ണർഷിപ്പ് എന്നാണ് ബ്ലോക്കിന്റെ പേര്. അതിൽ യൂണിറ്റ് 12 വരുന്നത് ഡെഫിനിഷൻ ആൻഡ് യൂണിറ്റ് 13 റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്, യൂണിറ്റ് 14 റെസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, യൂണിറ്റ് 15 ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഇനി ബ്ലോക്ക് 5 സെയിൽ ഓഫ് ഗുഡ്സ് എന്നാണ് ബ്ലോക്കിന്റെ പേര്. അതിൽ 4 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 16 നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ, യൂണിറ്റ് 17 കണ്ടീഷൻസ് ആൻഡ് വാറണ്ടീസ്, യൂണിറ്റ് 18 ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി, യൂണിറ്റ് 19 റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഇനി ബ്ലോക്ക് 6ലേക്ക് വരുമ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്നാണ് ബ്ലോക്കിന്റെ പേര്. അതിലും 4 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 20 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഇറ്റ്സ് പാർട്ടീസ്, യൂണിറ്റ് 21 പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്, യൂണിറ്റ് 22 നെഗോഷിയേഷൻ, യൂണിറ്റ് 23 പ്രസന്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ്. സോ BCOC 133 ബിസിനസ് ലോയിൽ നമ്മൾ 19 യൂണിറ്റ്സ് 6 ബ്ലോക്സ് ആണ് കവർ ചെയ്യാനുള്ളത്. അടുത്ത സബ്ജക്ട് നമ്മുടെ BCOC 134 ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതും ക്രെഡിറ്റ്സ് 6 ആണ്, തിയറി ടൈപ്പ് ആണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 2 പാർട്ട് ആയിട്ടാണ് നമ്മൾ BCOC 134 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് 18 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇതിൽ 2 പാർട്ട് എ പാർട്ട് ബി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് എ നോക്കുമ്പോൾ ബിസിനസ് മാത്തമാറ്റിക്സ് ആണ്, 6 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു മെട്രിസെസ്, യൂണിറ്റ് 2 ഡിറ്റർമിനൻസ്, യൂണിറ്റ് 3 ഇൻവേഴ്സ് ഓഫ് മെട്രിസെസ്, യൂണിറ്റ് 4 application of matrices in business and economics, unit 5 mathematical function differential calculus, then unit 6 limit and continuity. ഇനി പാർട്ട് ബിയിലേക്ക് വരികയാണെങ്കിൽ ബിസിനസ് മാത്തമാറ്റിക്സ് ആണ്. യൂണിറ്റ് 7 to 11 എന്നുള്ള രീതിയിലാണ് 5 യൂണിറ്റ്സ് ആണ് ഉള്ളത്. യൂണിറ്റ് 7 കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻസിയേഷൻ, യൂണിറ്റ് 8 മാക്സിമ ആൻഡ് മിനിമ ഓഫ് ഫങ്ഷൻസ്, യൂണിറ്റ് 9 അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, യൂണിറ്റ് 10 ഇൻട്രസ്റ്റ് റേറ്റ്സ്, ബേസിക് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്, യൂണിറ്റ് 11 കോമ്പൗണ്ടിങ് ആൻഡ് ഡിസ്കൗണ്ടിങ്. ഇത്രയാണ് നമുക്ക് BCOC 134 ബിസിനസ് മാത്തമാറ്റിക്സിൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ള പാർട്ട്. ഇനി അടുത്തത് യൂണിറ്റ് പാർട്ട് ബി ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂണിവേരിയന്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 12 ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, യൂണിറ്റ് 13 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, യൂണിറ്റ് 14 മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ദെൻ പാർട്ട് ബിയിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ബൈ വേരിയന്റിൽ യൂണിറ്റ് 15 ആയിട്ട് സിമ്പിൾ ലീനിയർ കോറിലേഷൻ, യൂണിറ്റ് 16 സിമ്പിൾ ലീനിയർ റിഗ്രഷൻ വരുന്നുണ്ട്. ദെൻ പാർട്ട് ബി തന്നെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അകത്ത് ടൈം ബേസ്ഡ് ആയിട്ട് 2 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 17 ഇൻഡെക്സ് നമ്പേഴ്സ്, യൂണിറ്റ് 18 ടൈം സീരീസ് അനാലിസിസ്. അടുത്ത സബ്ജക്ട് നമ്മൾ നോക്കാൻ പോകുന്നത് BCOC 136 ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് ആണ്. ഇതും 6 ക്രെഡിറ്റ്സിന്റെ പേപ്പർ ആണ്. തിയറി ഫുള്ളി തിയറി ടൈപ്പും ആൻഡ് പ്രോബ്ലം പേപ്പർ ആണ്. ടോട്ടൽ ബ്ലോക്സ് വരുന്നത് 5ഉം ടോട്ടൽ യൂണിറ്റ്സ് വരുന്നത് 20 യൂണിറ്റ്സും ആണ്. ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽസ് ആണ്. അതിൽ യൂണിറ്റ് 1 ബേസിക് കോൺസെപ്റ്റ്സും യൂണിറ്റ് 2 ബേസിക് കോൺസെപ്റ്റ് 2 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി, യൂണിറ്റ് 4 എക്സംപ്റ്റഡ് ഇൻകംസ്. ഈ ബ്ലോക്ക് 2 വരുമ്പോൾ സാലറീസ് ആണ്. അതിൽ യൂണിറ്റ് 1 6 and 7 എന്ന് പറയുന്നത് സാലറീസ് 1, 2, 3 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3 നോക്കുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീസ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ആണ്. അതിൽ യൂണിറ്റ് 8 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, യൂണിറ്റ് 9 income from profits and gains of business or profession, then income unit 10 and 11 income from profits and gains of business profession, then second and third part ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4 നോക്കുമ്പോൾ ഇൻകം ഫ്രം പൊളിറ്റിക്കൽ ഗെയിൻസ് ആൻഡ് അതർ സോഴ്സസ് ആണ്. അത് 3 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 12 ക്യാപിറ്റൽ ഗെയിൻസ്, യൂണിറ്റ് 13 ഇൻകം ഫ്രം അതർ സോഴ്സസ്, യൂണിറ്റ് 14 അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ് ആൻഡ് സെറ്റ് ഓഫ് അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഇനി ബ്ലോക്ക് 5 അത് 6 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്നാണ് ബ്ലോക്കിന്റെ പേര്.
യൂണിറ്റ് 15 ആയിട്ട് ഡിഡക്ഷൻസ് ഫ്രം ക്രോസ് ടോട്ടൽ ഇൻകം, യൂണിറ്റ് 16 അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, യൂണിറ്റ് 17 അസസ്മെന്റ് ഓഫ് ഫോംസ്, യൂണിറ്റ് 18 filing of return and tax authorities, unit 19 online filing of returns, unit 20 leading cases decided by supreme. ഇത്രയാണ് BCOC 136 വരുന്നത്. അടുത്തത് BCOE 141 പ്രിൻസിപ്പൽസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. അതും 6 ക്രെഡിറ്റ്സിന്റെ പേപ്പർ ആണ്. ടോട്ടൽ ബ്ലോക്സ് എന്ന് പറയുന്നത് 6 ആണ്. ടോട്ടൽ യൂണിറ്റ്സ് വീണ്ടും 20 ആയിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ്. അത് 4 ബ്ലോക്ക് ആയിട്ടാണ് 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്, യൂണിറ്റ് 2 മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, യൂണിറ്റ് 3 മാർക്കറ്റ്സ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, യൂണിറ്റ് 4 കൺസ്യൂമർ ബിഹേവിയർ. ഇനി ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് എന്നാണ് ബ്ലോക്ക് 2ന്റെ പേര്. അത് 3 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 5 പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ, യൂണിറ്റ് 6 ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, യൂണിറ്റ് 7 ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ്. ഇനി ബ്ലോക്ക് 3 പ്രൈസിംഗ് ആണ്. അത് 3 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 8 ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ്, യൂണിറ്റ് 9 ഡിസ്കൗണ്ട്സ് ആൻഡ് അലവൻസസ്, യൂണിറ്റ് 10 റെഗുലേഷൻ ഓഫ് പ്രൈസസ്. ഇനി ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ബ്ലോക്ക് 4ന്റെ പേര്. അത് 3 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 11 ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 1 ആൻഡ് യൂണിറ്റ് 12 ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 2 ആൻഡ് യൂണിറ്റ് 13 ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ബ്ലോക്ക് 5 പ്രൊമോഷൻ എന്നാണ് ബ്ലോക്ക് 5 എന്റെ ടോപ്പിക്. അത് 3 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 14 പ്രൊമോഷൻ, യൂണിറ്റ് 15 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, യൂണിറ്റ് 16 അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി. ഇനി ബ്ലോക്ക് 6 നോക്കുകയാണെങ്കിൽ സർവീസ് മാർക്കറ്റിംഗ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ്. അതിൽ 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 17 സർവീസ് മാർക്കറ്റിംഗ്, യൂണിറ്റ് 18 റൂറൽ മാർക്കറ്റിംഗ്, യൂണിറ്റ് 19 എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് 1 ആൻഡ് യൂണിറ്റ് 20 എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ് 2. ഇത്രയാണ് BCOE 141 മാർക്കറ്റിംഗ്. ദെൻ അടുത്ത കോസ്റ്റ് പ്രൊഫൈൽ BCOS 185 ആണ് എന്റർപ്രണർഷിപ്പ്. അത് 4 ക്രെഡിറ്റിനുള്ള പേപ്പർ ആണ്. ടോട്ടൽ ബ്ലോക്സ് 4ഉം ടോട്ടൽ യൂണിറ്റ്സ് 15 ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ എന്റർപ്രണർഷിപ്പ് പെർസ്പെക്റ്റീവ്. അത് 4 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു എന്റർപ്രണർഷിപ്പ്, യൂണിറ്റ് 2 എന്റർപ്രണറിയൽ എക്കോസിസ്റ്റം, യൂണിറ്റ് 3 ഡൈമെൻഷൻസ് ഓഫ് എന്റർപ്രണർഷിപ്പ്, യൂണിറ്റ് 4 എന്റർപ്രണേഴ്സ് കോമ്പറ്റൻസി. ഇനി ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ ബിസിനസ് ഐഡിയ സെലക്ഷൻ ആൻഡ് ഫീസിബിലിറ്റി. അത് നമ്മൾ 5 യൂണിറ്റ്സിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 5 ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഐഡന്റിഫിക്കേഷൻ, യൂണിറ്റ് 6 മാർക്കറ്റ് റിസർച്ച്, യൂണിറ്റ് 7 ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷൻ, യൂണിറ്റ് 8 ബിസിനസ് പ്ലാൻ ഫീസിബിലിറ്റി, യൂണിറ്റ് 9 ബിസിനസ് പ്ലാൻ ഇംപ്ലിമെന്റേഷൻ. ഇനി ബ്ലോക്ക് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൊബൈലൈസിംഗ് റിസോഴ്സസ് ആൻഡ് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലാണ്. യൂണിറ്റ് 10 സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ്സ്, യൂണിറ്റ് 11 മൊബൈലൈസിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, യൂണിറ്റ് 12 മൊബൈലൈസിംഗ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്നുള്ള രീതിയിൽ 3 യൂണിറ്റ്സ് ആയിട്ടാണ് ബ്ലോക്ക് 3 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 4 നോക്കുമ്പോൾ എന്റർപ്രണർഷിപ്പ് ആൻഡ് MSME, അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അത് 3 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 13 എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് MSMEs, യൂണിറ്റ് 14 ഫാമിലി ബിസിനസ്സസ് ഇൻ ഇന്ത്യ ആൻഡ് യൂണിറ്റ് 15 സക്സസ് സ്റ്റോറീസ്. ഇതാണ് BCOS 185 4 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത കോഴ്സ് പ്രൊഫൈൽ BPAS 184 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ്. അത് 4 ക്രെഡിറ്റ്സിന്റെ പേപ്പർ ആണ്. ടോട്ടൽ ബ്ലോക്സ് 3 ആണ്. ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ ഇൻട്രോ ടു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് 4 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലോജിസ്റ്റിക്സ്, അതിന്റെ കോൺസെപ്റ്റ്, പ്രിൻസിപ്പൽസ് ആൻഡ് ഫോംസ്. ആൻഡ് യൂണിറ്റ് 2 കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്. യൂണിറ്റ് 3 ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, യൂണിറ്റ് 4 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് സൈക്കിൾ. ഇനി ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കോമ്പോണൻസ് ആണ്. അത് നമ്മൾ 5 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇൻവെന്ററി കൺട്രോൾ, യൂണിറ്റ് 6 മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് പാക്കേജിംഗ്, യൂണിറ്റ് 7 ട്രാൻസ്പോർട്ടേഷൻ വെയർഹൗസിംഗ് ആൻഡ് സ്റ്റോറേജ്, യൂണിറ്റ് 8 ഇൻഫർമേഷൻ മോണിറ്ററിംഗ്, യൂണിറ്റ് 9 ലോജിസ്റ്റിക്സ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആൻഡ് എമർജിംഗ് ട്രെൻഡ്സ് എന്നാണ് ബ്ലോക്ക് 3യുടെ പേര്. അത് നമ്മൾ 4 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 10 കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, യൂണിറ്റ് 11 ഗ്രീൻ ലോജിസ്റ്റിക്സ്, യൂണിറ്റ് 12 ഔട്ട്സോഴ്സിംഗ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഇഷ്യൂസ് ആൻഡ് യൂണിറ്റ് 13 എഫക്റ്റീവ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ചാലഞ്ചസ്. ഇത്രയാണ് BPAS 184 ബ്ലോക്കിലെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ നോക്കുന്നത്. അടുത്ത കോഴ്സ് പ്രൊഫൈൽ BCOS 184 ആണ്. ഇ കോമേഴ്സ് ആണ്. 4 ക്രെഡിറ്റ്സിന്റെ പേപ്പർ ആണ്. ടോട്ടൽ ബ്ലോക്സ് 5ഉം ടോട്ടൽ യൂണിറ്റ്സ് 15ഉം ആണ്. അതിൽ ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് ഇ കോമേഴ്സ് എന്നാണ്. അതിൽ 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഇ കോമേഴ്സ്,
Unit 2, E-commerce business models. Unit 3, technology used in e-commerce. Unit 4, electronic governance. ഇനി ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ ഇ പേയ്മെന്റ് സിസ്റ്റംസ് ആണ്. 2 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇ പേയ്മെന്റ്, യൂണിറ്റ് 6 ആയിട്ട് ഇ ബാങ്കിങ് എന്നുള്ള രീതി. ഇനി ബ്ലോക്ക് 3 വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ് ആണ്. അത് 3 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, യൂണിറ്റ് 8 ഇലക്ട്രോണിക് കോമേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ, യൂണിറ്റ് 9 വെബ് സെർവർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇനി ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട് എന്നാണ് പേര്. 3 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 10 സൈബർ സെക്യൂരിറ്റി, യൂണിറ്റ് 11 സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ്, യൂണിറ്റ് 12 IT ആക്ട് 2000. ഇനി ബ്ലോക്ക് 5 നോക്കുമ്പോൾ ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. അത് 3 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇ-ടെയിലിംഗ് ആൻഡ് യൂണിറ്റ് 14 ആയിട്ട് ഇ സർവീസസ് ആൻഡ് യൂണിറ്റ് 15 ആയിട്ട് ആപ്പ് ബേസ്ഡ് കോമേഴ്സ്. സോ ഇത്രയാണ് BCOS 184 ഇ കോമേഴ്സിന്റെ. അടുത്ത കോഴ്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത് BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇതും 4 ക്രെഡിറ്റ്സിന്റെ പേപ്പർ ആണ്. ടോട്ടൽ ബ്ലോക്സ് 3 ആണ്. നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് 11 ആണ്. ഇതിൽ ബ്ലോക്ക് 1 3 യൂണിറ്റ്സിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ബ്ലോക്കിന്റെ പേര്. ഫസ്റ്റ് യൂണിറ്റ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് യൂണിറ്റ് ഗ്ലോബലൈസേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് തേർഡ് യൂണിറ്റ് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ബ്ലോക്ക് 2 ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ്. അത് 4 യൂണിറ്റ്സിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് 1 ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ഫങ്ഷൻസ്, യൂണിറ്റ് 2 മേക്കിംഗ് എൻക്വയറീസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 3 ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ്, യൂണിറ്റ് 4 പ്രസന്റേഷൻ സ്കിൽസ്. ഇനി ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽ ആണ്. അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ദ റീഡിംഗ് സ്കിൽ, യൂണിറ്റ് 2 വൊക്കാബുലറി ഡെവലപ്മെന്റ്, യൂണിറ്റ് 3 ദ റൈറ്റിംഗ് സ്കിൽ ബേസിക് ഗൈഡ്ലൈൻസ് ആൻഡ് യൂണിറ്റ് 4 ദ ലാംഗ്വേജ് ഓഫ് ഫോം ആൻഡ് ലെറ്റേഴ്സ്. ഇത്രയാണ് നമ്മളുടെ ഓരോ കോഴ്സസിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. ഇനി അടുത്ത സെക്ഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്നേഹ മാമിനെ ക്ഷണിക്കും. ഓക്കെ, നമുക്കിനി മൊത്തത്തിൽ നമ്മുടെ ഒരു മെട്രിക്സ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി നമ്മൾ കണ്ടു ഏതൊക്കെ സബ്ജക്ട് എന്തൊക്കെയാണെന്നെല്ലാം കണ്ടല്ലേ. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് 4 6 ക്രെഡിറ്റ് പേപ്പേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 4 ക്രെഡിറ്റ് പേപ്പേഴ്സും വരുന്നുണ്ട്. 6 ക്രെഡിറ്റിൽ വരുന്നത് BCOS 133 ബിസിനസ് ലോ ആണ്. ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്ട്രാറ്റജി വരുന്നുണ്ട്. ഇൻകം ടാക്സ് ലോയും പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗും. ഇത് ഇത്രയും 6 ക്രെഡിറ്റ് പാർട്ടാണ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് എത്ര ബ്ലോക്ക് ആണ്, എത്ര യൂണിറ്റ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് ലോയ്ക്ക് 6 ബ്ലോക്കും 19 യൂണിറ്റ്സും ഉണ്ട്, 19 യൂണിറ്റ്സും ഉണ്ട്. ബിസിനസ് മാത്തമാറ്റിക്സിനെയും സ്ട്രാറ്റജിനെയും 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 18 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇൻകം ടാക്സിന് 5 ബ്ലോക്സും അതുപോലെ തന്നെ 20 യൂണിറ്റ്സും ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിന് 6 ബ്ലോക്സും 20 യൂണിറ്റ്സുമാണ് ഉള്ളത്. ഓണ്ടർപ്രണർഷിപ്പിന് വരുമ്പോൾ 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 4 ബ്ലോക്കും 15 യൂണിറ്റ്സുമാണ് കവർ ചെയ്യുന്നത്. ഇ കൊമേഴ്സിന് 4 ക്രെഡിറ്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ 5 ബ്ലോക്സും 15 യൂണിറ്റ്സും വരുന്നു. ദെൻ വരുന്നത് നമ്മളുടെ BPAS 184 ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 4 ക്രെഡിറ്റിന്റെ പേപ്പർ ആണ് വരുന്നത്. 3 ബ്ലോക്കും 13 യൂണിറ്റ്സുമാണ്. ലാസ്റ്റ് വൺ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനും 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. 3 ബ്ലോക്കും 11 യൂണിറ്റ്സുമാണ് കവർ ചെയ്യുന്നത്. ദെൻ നമ്മളുടെ ഒരു ഡീകോഡ് എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് എക്സാക്ട് വോളിയം, അല്ലെങ്കിൽ എത്രത്തോളം പോർഷൻ നമ്മൾ ഇനി പഠിക്കാനുണ്ട്, എത്രത്തോളമാണ് കവർ ചെയ്യാനുള്ളതെന്നുള്ള സ്ട്രക്ചർ നോക്കി. ദെൻ വരുന്നത് അതിന്റെ ഒരു റിസോഴ്സസും കാര്യങ്ങളും, അതായത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അല്ല എങ്ങനെ പഠിക്കണം എന്നുള്ളത്. നമുക്ക് മെയിൻ ആയിട്ട് ലെക്ചേഴ്സ് ഉണ്ട് അല്ലേ. പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് ആപ്പിനകത്ത് നമുക്ക് റെക്കോർഡഡ് വീഡിയോസും കാര്യങ്ങളും കാണാൻ പറ്റും. ഗൈഡ് ബുക്കുകളുണ്ട്, PYQ അനാലിസിസിന്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ കറക്റ്റ് ആ ഒരു ടൈമിൽ കറക്റ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാക്സിമം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അതനുസരിച്ച് ആ കറക്റ്റ് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ നല്ലപോലെ നേടിയെടുക്കാനും സാധിക്കും. അപ്പം എക്സാം റെഡിനെസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ റോ സ്റ്റഡി മെറ്റീരിയലിനെ എന്ത് ചെയ്യുക, എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സാം ഓറിയന്റഡ് എന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ശരിയാക്കുക. അതായത് നമ്മുടെ മുന്നിൽ കുറെ ലെക്ചേഴ്സും ഗൈഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എവിടെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്താലാണ് നമ്മളുടെ ആ ഒരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ പറ്റുന്നത് എന്ന രീതിയിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതായത് ചില കേസസിൽ ഇപ്പം നമ്മുടെ PYQ എന്ന് പറയുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. ലെക്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് വേണ്ടിയാണ്. ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് റെഫർ ചെയ്യാനുള്ളതാണ് പല കാര്യം. ഇപ്പൊ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ആണെങ്കിൽ അസൈൻമെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ, എക്സാം ഗൈഡ് ബുക്ക് ആണെങ്കിൽ എക്സാമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതി. അപ്പൊ അതാത് ഉപയോഗം അനുസരിച്ച് അതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും.
വരുന്ന സ്റ്റാൻഡേർഡ് റിസോഴ്സ് കാറ്റലോഗ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ കുറച്ച് പറഞ്ഞു. അതുപോലെ തന്നെ റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്. റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് ഫൗണ്ടേഷണൽ വീഡിയോ കണ്ടന്റ് ആണ്. അതായത് A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് വരുന്നത്. പ്രൊഫൈൽ ത്രൂ എടുത്ത് കാണത്തില്ലേ, അതാണ്. നമുക്ക് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്. അതായത് വിത്ത് മെമ്പർഷിപ്പിൽ ഉള്ളതിലാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് റിയൽ ടൈമിൽ തന്നെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം ചെയ്യാനുള്ള ഫെസിലിറ്റി അതിനകത്തുണ്ട്. ദെൻ വാല്യൂ ആഡഡ് നോട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ബുക്ക് എന്ന രീതിയിൽ അഡീഷണൽ നോട്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ബ്ലോക്ക് വൈസ് ആയിട്ടൊക്കെ അത് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് നിങ്ങളൊരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത്, അല്ലേ? അപ്പൊ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക്, അതായത് അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഗൈഡ് ബുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് തരാറുണ്ട്. അത് തനി കോപ്പി പേസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും പറയുന്നില്ല. റെഫർ ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. കാരണം ഒത്തിരിയും ഗൂഗിളും ടെക്സ്റ്റും ഒക്കെ തപ്പിയെടുത്ത് ചിലപ്പോൾ എഴുതാൻ സമയമില്ലായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് സ്റ്റോറിൽ. PYQ അനാലിസിസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ നിങ്ങൾക്ക് തരിക മാത്രമല്ല, അതിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസും കൂടെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്, അല്ലെ? അപ്പം എങ്ങനെ വേണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു കറക്റ്റ് മാർക്ക്ഡ് ഫോം ആണ് നിങ്ങൾക്ക് തരുന്നത്. ഈ ഇമ്പോർട്ടന്റ് പോർഷൻ ഏതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏതാണ്, റിപ്പീറ്റഡ് മോഡൽസ് ഏതൊക്കെയാണ്, ഏത് യൂണിറ്റ്സിലാണ് അത് വരുന്നത് എന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു സെഷനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് എഫക്റ്റീവായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യുക. എക്സാം സ്പെഷ്യൽ ഗൈഡ് ഉണ്ട്. അതിനെ നമ്മൾ ടേം ആൻഡ് എക്സാം വരുന്ന സമയത്ത് അതിന്റെ നല്ല എഫക്റ്റീവ് പ്രിപ്പറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. ദെൻ നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞ തവണ അറ്റൻഡ് ചെയ്തവർക്കറിയാം, നമുക്കൊരു മോഡൽ എക്സാം ഉണ്ട്. നിങ്ങളുടെ മെയിൻ എക്സാമിന് മുമ്പായിട്ട് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ സൂമിൽ 3 മണിക്കൂർ വരുന്ന രീതിയിൽ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അതിനൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്കൊരു നേരത്തെ തന്നെ ഒരു ഒരുക്കം, നമുക്കൊരു പരീക്ഷയ്ക്ക് മുമ്പുള്ളൊരു നല്ലൊരു പ്രിപ്പറേഷന് വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. ഇംഗ്ലീഷ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം നമ്മുടെ EEPയുടെ സെഷൻസ് നേരത്തെ ഉണ്ടായിരുന്നു. 2 സെഷൻസ്, അതിലെ ബേസിക് ലെവൽ അഡ്വാൻസ്ഡ് ലെവൽ നമ്മുടെ ആപ്പിൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് അല്ല, പക്ഷെ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയിൽ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷൻ ആണ്. അത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വെൽബീങ് സപ്പോർട്ടായ എന്താണ് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന ഒരു സെഷൻ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൗൺസിലറുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ 1-to-1 സെഷൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. കോമൺ സെഷൻസ് അറേഞ്ച് ചെയ്യാറുണ്ട് നമ്മുടെ ഒരു സ്ട്രെസ് റിലേറ്റ്സിന് വേണ്ടി, അല്ലെ? ഇതൊക്കെ നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അതിനകത്ത് കൂടുതലായിട്ട് നോക്കണം. റെക്കോർഡ് ലെക്ചേഴ്സ് വരുന്നത് കൂടുതലും നമുക്ക് ഡീപ്പ് സ്റ്റഡിക്ക് വേണ്ടി അല്ലെങ്കിൽ ക്ലാരിറ്റി വരുന്ന സ്റ്റഡീസ്. അപ്പൊ നമുക്ക് പല റിസോഴ്സസ് ഉണ്ട്. റിസോഴ്സസ് ടു സിലബസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഓരോ റിസോഴ്സസും എങ്ങനെയാണ് നമുക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതെന്നാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് റെക്കോർഡ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് ഡീപ്പ് ക്ലാരിറ്റി, അതായത് യൂണിറ്റുകൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയാണ് കൂടുതലും ലെക്ചേഴ്സ് നല്ലത്. ദെൻ വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫോർ ബ്ലോക്സ്, അതായത് സമ്മറൈസ് ഗ്രൂപ്പ് ടീംസ് ഒക്കെ സമ്മറൈസ് ചെയ്ത് ബ്ലോക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് വാല്യൂ ആഡഡ് നോട്ട്സ് നല്ലത്. ദെൻ PYQ അനാലിസിസ് എന്ന് പറയുന്നത് ബ്ലോക്ക് കവർ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ വെയിറ്റേജ് വരുന്ന പാറ്റേൺസും കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ PYQ അനാലിസിസ് നല്ലതാണ്. മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ടേം ആൻഡ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹോൾ ഒരു സബ്ജക്റ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയും പഠിക്കാനും വേണ്ടിയാണ് മോഡൽ എക്സാംസും അതുപോലെ തന്നെ എക്സാം ഗൈഡ് ബുക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഓരോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും അതാത് സമയത്ത് യൂട്ടിലൈസ്, അതായത് എക്സാമിന്റെ തലേന്ന് പോയിട്ട് ഈ ഡീറ്റെയിൽഡ് റെക്കോർഡഡ് ലെക്ചേഴ്സ് ഒന്ന് കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രയോജനമില്ല, അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ അതനുസരിച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് വെച്ചിട്ട് വേണം നമ്മൾ അങ്ങനെ പ്രിപ്പറേഷൻസ് ചെയ്യാൻ. ആ രീതിയിൽ നമ്മുടെ റിസോഴ്സസിനെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ വരുന്നത് അഡ്വാൻസ്ഡ് ലേണിംഗ് ടൂൾസ് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ മെയിനായിട്ട് ലേണിംഗ് ആൻഡ് റിവിഷൻ സെഷനിലകത്ത് പറയുന്നതെന്ന് വെച്ചാൽ റെക്കോർഡ് ലെക്ചേഴ്സും ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും കാര്യങ്ങളും വാല്യൂ ആഡഡ് നോട്ട്സും ഹെൽപ്പ് ബുക്സും എല്ലാം കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമ്മളുടെ ലേണിംഗ് അല്ലെങ്കിൽ റിവിഷൻ ഏറ്റവും എൻഹാൻസ്ഡ് ഫോമിലാക്കുക. അസൈൻമെന്റ്സ് ആൻഡ് റൈറ്റിംഗ്, അത് അസൈൻമെന്റ്സ് ആൻഡ് ആൻസർ ഗൈഡ് ബുക്കും ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറൽ റൈറ്റിംഗ് ഫ്രെയിംവർക്കും കാര്യങ്ങളും എല്ലാം പറയുന്നതിന് നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നല്ല അസൈൻമെന്റ്സും കാര്യങ്ങളും നല്ല പ്രിപ്പറേഷൻസ് ചെയ്യാൻ നോക്കുക. ദെൻ എക്സാം റെഡിനെസ്, എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, PYQ ഉണ്ട്, അല്ലെ? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും എക്സാം ഗൈഡ് ബുക്കും മോഡൽ എക്സാംസ് ഒക്കെ എക്സാമിന്റെ ഒരുക്കത്തിന് വേണ്ടി ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക. അതായത് ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മളുടെ കൂടുതൽ ഗ്രോത്ത് അല്ലെ വെൽബീങ്ങിന് വേണ്ടി ഹാപ്പിനെസ് അംബാസിഡർ സെഷനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലർ ഇവന്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഓരോ ഇവന്റ്സും ഓരോ ആഘോഷങ്ങളും വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആഘോഷിക്കാറുണ്ട്, അല്ലെ?
അപ്പൊ അത് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഡെവലപ്മെന്റ് അപ്സ്കില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പ്രോഗ്രാംസ് വരുമ്പോൾ അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മുടെ ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു വെൽബീയിങ്ങിന് വേണ്ടി പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റീസും തരുന്ന റിസോഴ്സസും മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കീ ടേക്ക് അവേസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ പ്രൊഡക്റ്റബിൾ ആണ് അല്ലെ. നമ്മുടെ പ്രോഗ്രാമും നമ്മുടെ കോഴ്സും നമ്മുടെ ബ്ലോക്കും എല്ലാം ഏകദേശം ഒരു പ്രൊഡക്റ്റബിൾ ആണ്. അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് ഏറ്റവും എഫക്റ്റീവായിട്ട് തീർക്കാൻ പറ്റും, നല്ല സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റും. ദെൻ ക്രെഡിറ്റ് അവയർനെസ്, നമ്മളുടെ ഓരോ പോർഷന്റെയും ക്രെഡിറ്റ് അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. ചുമ്മാതെ ഏതെങ്കിലും സബ്ജക്ട് ഒരു 2-3 മാസം എടുത്ത് തീർക്കുന്നതിന് പകരം കറക്റ്റ് 6 ക്രെഡിറ്റ് ആണോ 4 ക്രെഡിറ്റ് ആണോ എന്ന് നോക്കിയിട്ട് ആ ഒരു പർട്ടിക്കുലർ അവേഴ്സ് അതിന് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പോർഷൻസ് കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിൽ കവർ ചെയ്യാൻ പറ്റും. ദെൻ ബ്ലോക്ക് ലെവൽ ഫോക്കസ്, ഓരോ ബ്ലോക്ക് ലെവലായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് PVQന്റെ അസിസ്റ്റൻസും ഹെൽപ്പ് ബുക്കിന്റെ അസിസ്റ്റൻസും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ലെവലിലുള്ള പോർഷൻസിലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ റിസോഴ്സ് മാപ്പിംഗ്, അതായത് നമുക്ക് മുന്നിൽ കുറെ റിസോഴ്സസ് ഉണ്ട് അല്ലെ. അപ്പൊ ഓരോ റിസോഴ്സസും എന്തിനൊക്കെയാണ് ഞാൻ മുമ്പേ പറഞ്ഞു എന്തിനൊക്കെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്നതെന്ന്. ആ രീതിയിൽ എഫക്റ്റ് ആവുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കി അതിനെ യൂട്ടിലൈസ് ചെയ്യുക. ഓരോന്നും എന്തിനാണെന്ന് മനസ്സിലാക്കി ഇൻഡെപ്ത് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിൽ എന്താണ് കറക്റ്റായിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ സ്ട്രക്ചർ, നമ്മുടെ കോഴ്സ് എന്താണ്, നമ്മുടെ സബ്ജക്ട് എത്ര എണ്ണം ഉണ്ട്, ഓരോ ക്രെഡിറ്റ് അവയർനെസ് എങ്ങനെയാണ്, ബ്ലോക്ക് ലെവൽ ഫോക്കസ് എങ്ങനെയായിരിക്കും, റിസോഴ്സ് മാപ്പിംഗ് എങ്ങനെയായിരിക്കും. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് ഏറ്റവും എഫക്റ്റീവായിട്ട് നല്ല സ്കോറോടുകൂടെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. സെക്കൻഡ് ഇയർ എന്ന് പറയുന്ന ഒരു വലിയൊരു ബർഡനായിട്ടോ ഒത്തിരി സബ്ജക്ട്സ് ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടും ഉപരി എനിക്ക് നിസ്സാരമല്ല, ഇത്രയ്ക്ക് ഇത്ര കൊണ്ട് എനിക്ക് തീർക്കാം, വെൽ മാനേജ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഈസിയർ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അതും മനസ്സിൽ കണ്ടു പോകും. ഇത് ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് സെഷൻ ലീഡ് ചെയ്യാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആതിര മാം ആയിരുന്നു കൊമേഴ്സിലെ. അതേപോലെ തന്നെ കൊമേഴ്സിലെ അനിഷ മാമും എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. 2 പേർക്കും താങ്ക്സ്. അതേപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ്.